അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മുടെ ഏവൂസിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ അലഞ്ചേട്ടൻ്റെ മോൻ ഏവൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും ക്രിസ്തു ചേട്ടനും കൂടി ഇപ്പോൾ പോയി അവന് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ അണ്ണൻ നിർബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചോറ്, ഇച്ചിരി ഇത് മാങ്ങാക്കറി, ഒരു 2 കഷ്ണം ചിക്കൻ കഴിഞ്ഞിട്ട് നമുക്കത് പൊട്ടിക്കാനും കൂടി ഉണ്ട്. ചേട്ടാപ്പോഴത്തേക്ക് ഫ്രഷപ്പ് ആയിട്ട് വരും. ഓക്കെ, ചേട്ടൻ്റെ വണ്ടിയുടെ സ്വിച്ച് നമ്മൾ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെന്തായാലും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം 2 കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. അന്നെന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഗിഫ്റ്റ് എല്ലാം അവിടെ ഞാനപ്പോഴത്തേക്ക് ആ സമയത്ത് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തുകൊണ്ടാ പരിപാടി? ഇനി നേരെ നമ്മൾ ഇവിടെ പോകുന്നു, അവിടെ പോയിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പൊളിക്കില്ല. അപ്പോൾ അവിടെ ചെന്ന് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ ഏവൂസിന്റെ വീട്ടിലെത്തി. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? എത്ര വയസ്സായി? ഏവൂസിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ്, നമ്മുടെ നൻപനുണ്ട്, ചെറുക്കനുണ്ട്. ഇവന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് എഡിറ്റ് ചെയ്യും. ഇല്ലടാ? അതെ അതെ ചെറുക്ക. ഇവിടെ ഇരുട്ടായി. അമ്മൂസ്, ഇത് എന്താണിത്? ആർക്കാ ഇത്? ആണോ? വാ എങ്കിൽ പോയാലോ. പോട്ടെ പോട്ടെ. അമ്മൂസ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവാണ് ഗൈസ്. എന്താണ് പരിപാടി? എന്താണ്? പിന്നെ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവിടെ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത്. മെയിൻ ഐഡിയ മൊത്തവും ഈ ക്രിസ്റ്റി ചേട്ടൻ്റെയും ജോലേട്ടൻ്റെയാണ്. നമ്മുടെ ഏവൂസിന്റെ ബർത്ത്ഡേക്കുള്ള ഫുഡല്ല ഞാൻ കാണിച്ചു തരാം. എന്തോ ജ്യോതി ചേച്ചിയാണ് ഫുഡൊക്കെ വെക്കുന്നത്. ഇതെന്താണ് ചേച്ചി? കപ്പ ബിരിയാണി. ഇതെന്താണ്? ബട്ടർ ചിക്കൻ, കപ്പ ബിരിയാണി. പിന്നെന്തൊക്കെയാ വെച്ചേ? ബിരിയാണി വെച്ചോ? ബിരിയാണി വെച്ച് ഗൈസ്. ഇത് ബിരിയാണിയാണ്, കണ്ടോ? ബിരിയാണിയാണ്. ഫുള്ള് തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാ ബിരിയാണി. ഇതെല്ലാം നമ്മുടെ ചേച്ചി ഇവിടെ സെറ്റ് ചെയ്തതാണ്. ഇവിടെ ജോലേട്ടൻ ഇവിടെ ബലൂൺ ഏർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ണൻ്റെ നമ്മുടെ കുട്ടപ്പൻ ആരടുത്തും പോകത്തില്ല. അവൻ്റെ അമ്മയെ മാത്രം മതി, വേറെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോവില്ല. ഈ ഹാർട്ടിന്റെ ചിഹ്നം ഇതാരാണ്? ഈ കഴിവുള്ള ആരാണ് ചെയ്തത്? എങ്ങനെ ഗൈസ്, നമ്മുടെ കേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഏവൂസിൻ്റെ 7ാം ജന്മദിനമായതുകൊണ്ട് നമ്മുടെ അലഞ്ചേട്ടൻ 7 മെഴുകുതിരി കത്തിക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും പേരെ ആയിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുത്തത്. എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെ ക്ലോസ് ആയിട്ടുള്ള. നമ്മുടെ നൻപന്താ ഇവിടെ പോണ്ട്. വേണ്ടതാ അമ്മയുടെ മോൻ. ഗൈസ്, ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ജോലേട്ടൻ്റെ ഒരു കിടിലൊരു ഐറ്റം കാണാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എനിക്കും ഒരു പീസ് കേക്ക് കിട്ടി. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവരുടെ ഫോട്ടോ എടുപ്പും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുപ്പും പിന്നെ ഗിഫ്റ്റ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്തായാലും ഞാനൊന്ന് ഓട്ടിച്ച് വിടാം. എന്തായാലും ചെറുക്കൻ ഹാപ്പിയാണ്, കാരണം ചെറുക്കന് ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും കിട്ടി. അവൻ്റെ കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ മെയിൻ കലാപരിപാടിയായ ഫുഡിലോട്ട് കിടക്കുവാണ്. ജോലേട്ടൻ എന്താ ചെറിയ പാത്രത്തിലോട്ട് അങ്ങോട്ട് സെർവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് എളുപ്പത്തിന്. പിന്നെ ഞങ്ങൾ നൈസിന് ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല കണ്ടൻറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.